CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ തുടരുമെന്ന് അറിയാൻ കഴിയുന്നു. ഈ സംസ്ഥാന കൗൺസിലിലാണോ വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഇന്ന് നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ബിനോയ് വിശ്വം തുടരാനുള്ള ഒരു തീരുമാനമായിട്ടുള്ളത്. CPI നേതാവ് കാനം രാജേന്ദ്രൻ നിര്യാണത്തെ തുടർന്നാണ് ഈ ഒരു സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം ബിനോയ് വിശ്വത്തിന് ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ഒരു പദവിയിൽ ഇരുത്തണമെന്ന് പാർട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ന് നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇക്കാര്യത്തിൽ എതിർപ്പില്ലാതെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഏതായാലും മറ്റൊരു പേരും അവിടെ ഉയർന്നു വന്നില്ല എന്ന് പറയേണ്ടതാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നാളെ നടക്കുന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഏതായാലും ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിക്കാനും അന്തിമ തീരുമാനമെടുക്കാനുമാണ് തീരുമാനം. ഏതായാലും ഉറപ്പായും ഈ ഒരു സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം വരുമെന്ന് തന്നെ ഇതോടെ ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു പേരും ഉയർന്നു വന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ കൗൺസിലിൽ ഈ ഒരു യോഗത്തിൽ തന്നെ തീരുമാനമാകും. അതിനുശേഷം ഔദ്യോഗികമായി CPI സംസ്ഥാന സെക്രട്ടറിയെ നാളെ പ്രഖ്യാപിക്കുന്നതാണ്. വ്യക്തമാണ്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരുമെന്ന് അറിയാൻ കഴിയുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളത്തോടെ തീരുമാനമുണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.